ശിവായ. ഓം നമ ശിവായ. വന്ദേ ശംഭുകുമാപതിം സുരഗുരും വന്ദേ ജഗൽക്കാരണം വന്ദേ വന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാപതി വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം നമ ശിവായ. എൻ്റെ പേര് നാരായണൻ ഭട്ടതിരി, കുര്യാറ്റൂറത്തില്ലം, തിരുവമ്പാടി. ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി സ്ഥാനം വഹിച്ച് ഇങ്ങനെ ഭഗവാനെ സേവിക്കുന്നു. ഈ ക്ഷേത്രം 500 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മധ്യപാണ്ഡവനായ അർജുനൻ ആശുതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്യുമ്പോൾ ഭഗവാൻ ഭക്തൻ്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിച്ച പാർവതീ സമേതനായി കിരാത രൂപത്തിൽ അവതരിച്ച ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. വിഗ്രഹ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശുരികയും ചാപവും ധരിച്ച് ധാരാധരശ്യാമളാംഗം ക്ഷുരികാചാവധാരിണം കിരാതപുഷം വന്ദേ പരമാത്മാനമീശ്വരം എന്ന ധ്യാനത്തോടി ആണ് ഈ ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ മാസം തോറും നടക്കുന്ന പ്രദോഷവ്രതത്തിൻ്റെ ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭക്തന്മാരുടെ എല്ലാ ഒരു വ്രതമായിട്ട് രാവിലെ മുതൽ നടത്തുന്ന ഒരു വ്രതമാണ്. വ്രതത്തോടുകൂടി വൈകിട്ട് ഭഗവാന് കരിക്കും ചുട്ടനേദ്യവും നിവേദിച്ച് ഭഗവാന്റെ അത്താഴ പൂജയ്ക്ക് അത് നേദിച്ചു ഭക്തന്മാർക്ക് വിതരണം ചെയ്യുന്നു. അതാണ് ഇന്നത്തെ ഈ പ്രദോഷവ്രതം. ഭഗവാൻ അഭിഷേകത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കരിക്ക്, പാല്, പനനീര്, അങ്ങനെ എല്ലാം അഭിഷേകപ്രിയനാണ് ഭഗവാൻ. അതിന് അവരുടെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അഭിഷേകം കഴിഞ്ഞാൽ ഇനി നേദ്യം നടത്തി അത്താഴപ്പോയതോടുകൂടി ഇന്നത്തെ ഈ പ്രദോഷവ്രതം ഇവിടെ തീരുകയാണ്. പ്രദോഷമുള്ള പരിപാടി നടക്കുന്നത് ചടങ്ങ് നടക്കുന്നത് ഇത് 5-8 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ചുട്ടനേദ്യം ഈ പ്രദോഷവ്രതവും തുടങ്ങിയിട്ട്. ഇതിന്റെ പ്രാധാന്യം എന്താണ് ശരിക്കും പറയുന്നത്? ഇത് നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താ? വ്രതം ഭക്തന്മാരുടെ ഈ ഓരോ ആഗ്രഹങ്ങളും ഭഗവാൻ ഭക്തന്മാരുടെ ഒരു മനസ്സിലൊരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഭഗവാൻ നേരും. ഇത്ര 12 ചുട്ടനേദ്യം നടത്താം. നടത്തിക്കൊണ്ടിരിക്കുമ്പം അത് മുഴുക്കാകുമ്പോഴത്തേക്ക് ഭഗവാൻ ആ കാര്യം സാധിച്ചു കൊടുക്കുന്നു എന്നുള്ള അതിൻ്റെ തെളിവാണ് ഭക്തന്മാർ പിന്നെ വന്ന് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചുട്ട വഴിപാട് അതിന് നേദിക്കുന്നത് എന്തൊക്കെയാണ്? ചുട്ട നേദ്യത്തിന് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഈ മണ്ണിൻ്റെ അടിയിലുള്ള ഈ മധുരക്കിഴങ്ങ്, കപ്പ, കാച്ചിൽ, അങ്ങനെയുള്ള ഈ തിരുവാതിരയ്ക്ക് നേദിക്കുന്ന അഷ്ടനൈവേദ്യം, എട്ടങ്ങാടി, അതാണ് ഈ ചുട്ടനേദ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ പിന്നെ കാട്ടാള രൂപത്തിൽ ഈ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരുന്ന അപ്പം ചുട്ട കിഴങ്ങും അതുപോലെ നിവേദ്യങ്ങളാണ്. കരിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭഗവാന് ഇഷ്ടപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ. അത് കാരണം ആ സങ്കല്പത്തിൽ നമ്മളിപ്പം ചുട്ടനേദ്യം നടത്തുന്നു അല്ലേ? അതെ. ഈ ക്ഷേത്രം ഇപ്പം ഇവിടെ പുനരുദ്ധരിച്ച് എത്ര ആളായി? ഇപ്പം 7-8 വർഷമായി ഇതിൻ്റെ പുനരുദ്ധാരണം. ചെറിയ അമ്പലമായിരുന്നു. 7-8 വർഷമായി ഇതിൻ്റെ ഈ ക്ഷേത്രം പണി തീർന്ന് അതിൻ്റെ പൂജാതി വിധികളൊക്കെ നടക്കുന്നത്. തിരുമണി ഇവിടെ കേട്ട് എത്ര ആളായി? ഞാനിവിടെ ഒരു 40 വർഷത്തോളമായിട്ടുണ്ട്. 16ാമത്തെ വയസ്സുപോലിവിടെ ഞാനിവിടെ പൂജ ചെയ്യുന്നു. 16 മാസം. 7 വർഷമായിട്ട് ഈ ക്ഷേത്രം തുടങ്ങി അന്ന് മുതൽ തിരുമണി ഇവിടെ ഉണ്ട്. 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്.
ഓക്കെ.